പാപ്പടൊക്കെ റെഡിയാക്കി വെക്കുന്നതും. അപ്പോൾ ഓണസദ്യയുടെ ഒരു തുടക്ക ദിവസം തന്നെയാണ് ഈ വിശാഖം നാളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ഷെഫ് ഷിബിൻ, ഞാൻ വലിയ ഫാനാണ് ആക്ച്വലി. കാരണം താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ തന്നെ അറിയാം, ഷെഫ് ഗോമേ ഷെഫ് എന്ന് പറയുന്നത് ശരിക്കും ചെറിയ കാര്യമല്ല. എല്ലാവർക്കും കുക്കിംഗ് അറിഞ്ഞാൽ നമ്മളവരെ ഷെഫ് എന്ന് വിളിക്കും. പക്ഷെ കലിനറി സ്കിൽസിൽ ഇത്രയും എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് വളരെ ചുരുക്കം കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ റംബൂട്ടാൻ പുളിശ്ശേരി അല്ല, അതിൽ ഷെഫിൻ്റെതായിട്ടുള്ള കുറച്ച് ചേരുവകൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. സോ വെൽക്കം ടു അവർ ഷോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഷെഫ്? തുടങ്ങാം. അതിന് മുമ്പേ എന്റെ പാത്രങ്ങളൊക്കെ അതാ പറഞ്ഞ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല അടിപൊളി പാത്രം. അപ്പൊ ഞാൻ ഇതിന്റെ തന്നെ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി യൂട്ടൻസിൽസിന്റെ കുക്ക്വെയർ ആണ് ഫുള്ള് യൂസ് ചെയ്യുന്നത്. അപ്പം കുക്കിംഗ് ഇനി അങ്ങോട്ട് ഈസി പീസി ആയിക്കോളും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പൊ എന്തൊക്കെയാണ് നമ്മള്? റംബൂട്ടാൻ പുളിശ്ശേരിയാണ് ഇന്ന്. അപ്പൊ റംബൂട്ടാൻ ഉണ്ട്, ഈസ്റ്റേന്റെ മഞ്ഞൾപ്പൊടി ഉണ്ട്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഉലുവ പൊടിച്ചതുണ്ട്, പിന്നെ തേങ്ങ അരച്ചത്. നല്ല സ്ട്രോങ് പുളിശ്ശേരിക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് വിത്ത് റംബൂട്ടാൻ. അതെ, റംബൂട്ടാൻ എടുത്തിട്ട് നമ്മുടെ പുതിയ യൂട്ടൻസിൽസിൽ ഇടുക. കുറച്ച് ഉപ്പിടാം നമുക്ക്. പിന്നെ ഈസ്റ്റേന്റെ മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടിയും ഇടണം. കുറച്ച് പച്ചമുളകും കൂടി ഇടാം. 2 കറിവേപ്പില, കുറച്ച് പച്ചമുളക്. ഞാനത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യാം, കുക്ക് ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലേ റംബൂട്ടാൻ? റംബൂട്ടാൻ ഭയങ്കര സോഫ്റ്റ് ആണ്. അതിന്റെ സീഡോടെയാണ് നമ്മൾ വേവിക്കുന്നത്. അതെ. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാല് നമ്മള് റംബൂട്ടാൻ വെന്ത് കഴിഞ്ഞു. ശരിക്കും റംബൂട്ടാന്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ഫ്രൂട്ട് ആണല്ലേ അത്? എന്താണ് അതിന്റെ ഒരു? ഇത്രയും പോഷക സമ്പന്നമാണ്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ളതാണ്. പിന്നെ ആന്റി ഓക്സിഡന്റ് ആണ്. നന്നായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സിന്റെ രാജകുമാരി, ദേവതകളുടെ ഭക്ഷണം, കിങ് ഓഫ് ഫ്രൂട്ട്സ് മാംഗോ. അപ്പൊ ക്വീൻ റംബൂട്ടാൻ ഒരു പേര് ഇതിനുണ്ട്. സ്കൂളിൽ കിങ് ഓഫ് ഫ്രൂട്ട്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർത്ത് ക്വീൻ ആയിരിക്കും, അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി, ഫ്രൂട്ടിന്റെ രാജകുമാരി നമ്മുടെ സ്വന്തം റംബൂട്ടാനാണ്. അപ്പൊ നമ്മൾ ഏകദേശം കുക്കായി. ഇനി ഇതിന്റെ അവസാന സ്റ്റേജിലേക്ക് പോകാം. അറിയാലോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. തേങ്ങ അരച്ചിട്ട് നമ്മൾ തേങ്ങ അരക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവരും ചെയ്യുന്നില്ലേ? തേങ്ങ, പിന്നെ കുറച്ച് ജീരകം, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളകും, കറിവേപ്പില വേണം ഇടാം. കഴിഞ്ഞു. ലാസ്റ്റ് കടുക് വറുത്തിട്ട് തൈര് ഒഴിക്കാൻ മറക്കരുത്. അതും പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. കാരണം ഓൾറെഡി പുളിപ്പുണ്ട്. കാരണം നമ്മൾ കൂടുതലും പൈനാപ്പിൾ ഇതൊക്കെ ചെയ്യും. പൈനാപ്പിളിന് ചെറിയൊരു പുളി ഉണ്ടല്ലോ, മാംഗോനും പുളി ഉണ്ടല്ലോ. നല്ല ഫൈനായിട്ട് അരക്കണം കേട്ടോ. നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യണ്ട, കുക്ക് ചെയ്യണ്ട. കാരണം കൂടുതൽ കുക്ക് ചെയ്യുന്ന തേങ്ങയല്ല, പിരിഞ്ഞു നമ്മള് വെള്ളം വറ്റണോ? ഏകദേശം ഒരു 75% വറ്റിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അങ്ങോട്ട്. അതെ. ഇതിന്റെ പച്ച ചോദ്യം മാറും. നമ്മൾ റോട്ടേഷൻ തേങ്ങയുടെ അത് മാറുന്നത് വരെ മതി. സാധാരണ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയില് നമ്മൾ ശർക്കര ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതിൽ അങ്ങനെ വേണ്ട. ഒരു സ്വീറ്റ്നെസ് ബാലൻസ്ഡ് ആയിരിക്കും. അതായത് കൂടുതൽ പുളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം. കാരണം റംബൂട്ടാന് അത്ര പുളി തോന്നുന്നില്ല. അവിടെ എനിക്കൊക്കെ പറ്റാൻ പോണത് ചിലപ്പോ തൈര്, കുറച്ച് പുളി അധികമുള്ള തൈര് ഇട്ടാല് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്വീറ്റ് ബാലൻസ് ചെയ്യാം അല്ലെ? എങ്ങനെയുണ്ട് ഷെഫ് ആൻഡ് culinary ബുദ്ധി? അടിപൊളി. കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.